അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. അതിലേക്ക് 1 കിലോ അരിയാണ്. അതിലേക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, മല്ലിച്ചപ്പ് അരിഞ്ഞിട്ടത്, കുറച്ച് തൈര്, ഇത് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി കുറച്ച് അരച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ മസാലകൾ: ഗരം മസാല, കറാമ്പട്ട, ഏലക്കായ, ഗ്രാമ്പ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. 1.5 കിലോ ചിക്കനാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ്. ഉള്ളി അത്യാവശ്യമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു കപ്പ, 2-3 ഏലക്കായ, 2 ഗ്രാമ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടെ പൊട്ടിച്ചാക്കണം. 3 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഗരം മസാല ഇവിടെ പൊടിച്ചിട്ട പൊടിയാട്ടോ. തീരെ കുറവിലാക്കിയിട്ടിടണം. തക്കാളി നല്ല നിറച്ച് മൂടി വെച്ചിട്ട് അരി വെച്ച മല്ലിച്ചപ്പ് കുറച്ച് ചേർത്ത്, പിന്നെ കുറച്ച് തൈര്, പുളി കുറഞ്ഞ തൈരാണ്. പിന്നെ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ചിട്ടാണ് ഇതിലേക്ക് നല്ല മിക്സാക്കിയതിന് ശേഷം ചിക്കനിട്ട് അടുപ്പത്തായതുകൊണ്ട് പോകാൻ തന്നെ കൂട്ടാം. നല്ല മിക്സ് ചെയ്തിട്ട് അടച്ചട വെക്കുക. ചെറിയ തുള്ളി കിടന്നിട്ട് കുഴപ്പത്തിന് ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ടാക്കട്ടെ. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കണം. തിളച്ച് പറഞ്ഞിട്ടുണ്ട്. 2 കഷ്ണം പട്ട, 5 ഏലക്കായ, കുറച്ച് ഗ്രാമ്പ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലേക്ക് ഒഴിക്കും. അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ. അരിയൊക്കെ വെന്ത് വേവ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് ഊറ്റിയിട്ടാണ്. മല്ലിച്ചപ്പ്, കുറച്ച് ആർക്കേജാണത്. അതിങ്ങനെ കുറച്ച് വെച്ചെടുക്കാം.
ലാസ്റ്റ് പരിപാടിയാണ്. ഇത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. ഒരു ലേസം, ഒരു 5-6 തുള്ളി ബിരിയാണി എസൻസ്, അത് 5-6 തുള്ളി. ബിരിയാണിയുണ്ട് ദമ്മായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കട്ടാ. ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. പച്ച ചോറുണ്ട്, ഞാൻ മാറ്റട്ടെ. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടാ. ഇതൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.